മണ്ണാർക്കാട് കുന്തിപ്പുഴ ഭാഗത്തെ ഹോട്ടൽ വാർഷികത്തിന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ച സംഭവത്തിൽ താലൂക്ക് വികസന സമിതിയിൽ വീണ്ടും പോലീസിന് രൂക്ഷ വിമർശനം. സംഭവം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് കേസെടുക്കാത്തത് നഗരസഭയിലെ ഉന്നതന്റെ ബന്ധുവിന്റെ ഹോട്ടലായതിനാലാണെന്ന് CPI അംഗം AK അസീസ് ആരോപിച്ചു. കളക്ടറുടെ ലെറ്റർ വന്നൊന്നല്ല, സഭയിൽ നിന്ന് കളക്ടർക്ക് കൊടുത്ത ലെറ്റർ കൂടി അവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ കളക്ടർ ലെറ്റർ തന്നു എന്നല്ല സൂചിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ SHO വന്ന് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ചതിന് ശേഷം നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ സമയം കഴിഞ്ഞിട്ട് കുറേയായി, കാരണം 1-2 മാസമല്ല സാധാരണ. ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പാവപ്പെട്ടവരുടെ വണ്ടി റോഡിൽ നിർത്തി ഞങ്ങൾ ക്യാമറ വെച്ച് ഇത് ഞങ്ങൾക്ക് പറയാനുള്ള അവസരമാണിത്. ജനപ്രതിനിധി എന്നുള്ള ബേസിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ, ജനങ്ങൾ പുറത്ത് പറയുമ്പോൾ ഞങ്ങളോട് പറയാം, നിങ്ങളൊക്കെ എന്തിനതിന്റെ പിന്നാലെ നടക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം ഇതാരും. സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസറെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ വൻ ജനക്കൂട്ടമാണ് കൂടിയത്. ഇത്തരമൊരു പരിപാടി നടത്താൻ പോലീസിന്റെ അനുമതി വാങ്ങിയിരുന്നില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ മണിക്കൂറുകളോളമാണ് ദേശീയപാതയിലെ കുരുക്കിൽ കുടുങ്ങിയത്. കഴിഞ്ഞ സഭകളിലെല്ലാം ഇക്കാര്യം ചർച്ച ചെയ്യുകയും കഴിഞ്ഞ സഭയിൽ കലക്ടർക്ക് കത്ത് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. കലക്ടറുടെ കത്ത് ലഭിച്ചെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്നും പോലീസ് പ്രതിനിധി അറിയിച്ചതോടെയാണ് അംഗങ്ങൾ രോഷാകുലരായത്. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ റോഡ് സൈഡിൽ വാഹനം നിർത്തിയാൽ കേസെടുക്കുന്ന പോലീസ് എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുന്നില്ലെന്ന് ജനതാദൾ അംഗം പൊറ്റശ്ശേരി ബാലൻ ചോദിച്ചു. ഉന്നതർ പോലീസിനെ സ്വാധീനിച്ചോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയരുതെന്നും ബാലൻ പറഞ്ഞു. ദിവസം നിങ്ങൾ ക്യാമറ ഘടിപ്പിച്ച വണ്ടി വന്നിട്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. അത് ഇപ്പോഴും വളരെ ദിവസം എന്ന് പറഞ്ഞ മാതിരി അത് വേണം. ഗതാഗതം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. പോലീസ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അതേ സ്ഥാനത്ത് സാധാരണക്കാരായ പാവപ്പെട്ട ഒരാളൊരു വണ്ടി നിർത്തിയിട്ട് ഒരു കടയുടെ മുമ്പ് പോയിട്ട് ഒരു സാധനം വാങ്ങിച്ച് തിരിച്ചു വരാൻ പറ്റില്ല. 1/4 മീറ്റർ 1 മീറ്ററോളം റോഡിലാണ് ഇതിൽ വരുന്നത്. അതിന് നിങ്ങൾ കേസ് വളരെ യാതൊരു മടിയും കൂടാതെ ക്യാമറയിൽ വെച്ച് കേസ് ചെയ്യാതെ അവർക്ക് ഫൈനും ഇത് ഈടാക്കും. ഇത് വൻകിടക്കാരോ അല്ലെങ്കിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒരുപക്ഷെ നിങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള ഉന്നതന്മാരുടെ സമ്മർദ്ദം കൊണ്ടാണോ എന്ന്. കാരണം അന്ന് പറഞ്ഞത് 2 മാസം മുമ്പത്തെ ഇവിടെ പോലീസ് പ്രതിനിധി പറഞ്ഞത് കാരണം കേസ് ചാർജ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സാർ ഇപ്പോൾ പറയണു കലക്ടറുടെ കയ്യിൽ നിന്ന് ലെറ്റർ വന്നത് കലക്ടർക്ക് ഈ താലൂക്ക് സഭ കൊടുത്ത കത്താണ്. രാഷ്ട്രീയ പാർട്ടികൾ നഗരത്തിൽ കൊടി സ്ഥാപിച്ചാൽ കേസെടുക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ഉന്നതന്റെ ബന്ധുവിന്റെ സ്ഥാപനം ഇത്ര വലിയ നിയമലംഘനം നടത്തിയിട്ടും കേസെടുക്കാത്തത് അംഗീകരിക്കാനാവില്ലെന്ന് CPI അംഗം AK അസീസ് പറഞ്ഞു. ഇപ്പോൾ മണ്ണാർക്കാട് ടൗണിൽ നമ്മൾ അത്രയും വലിയ രൂക്ഷമായ ബ്ലോക്കുകളൊന്നും രാഷ്ട്രീയ പാർട്ടികൾ ആരും ഉണ്ടാക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മണ്ണാർക്കാട് മുനിസിപ്പൽ സെക്രട്ടറി ഞങ്ങളുടെ ഏത് പാർട്ടിയും ഏത് രാഷ്ട്രീയ പാർട്ടിയും ഒരു കൊടി ആ ഡിവൈഡറിൽ എന്താ സ്റ്റാൻഡ് ഉണ്ടല്ലോ, എന്താ പറയുക, അതന്നെ ആ സംഭവം, അതിൻ്റെ മുകളിൽ ഒരു 10 കൊടി കെട്ടിയാൽ അപ്പോൾ വണ്ടി എടുത്ത് വന്നു. ഞങ്ങളോടല്ല പല രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞു, ഒരു കൊടി കെട്ടിയാൽ മുനിസിപ്പൽ സെക്രട്ടറി ആ കൊടിക്ക് 5000 രൂപ ഫൈൻ. അതേ സ്ഥാനത്ത് ഞാൻ കക്ഷിയുടെ പേരോടെ പറയുന്നില്ല, മുനിസിപ്പാലിറ്റി ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ സ്വന്തക്കാരൻ്റെ സംഭവമാവുകൊണ്ട് അവിടെ എന്തും ചെയ്യാം എന്നുള്ളൊരു ആക്ഷേപം പൊതുജനങ്ങളുടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പല താലൂക്ക് സഭയിലും ആ ഒരു ബ്ലോക്ക് കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണിക്കൂർ കണക്കിലാണ്, 1-2 മണിക്കൂറല്ല. അന്ന് എനിക്ക് എൻ്റെ അനുഭവമുണ്ട്. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് തൊട്ടടുത്താണ് MES കല്ലടി കോളേജ്, MES ഹയർ സെക്കൻഡറി, കല്ലടി ഹൈസ്കൂള്, ഇത്രയും സ്ഥാപനങ്ങൾ. ആ കുട്ടികൾ രാത്രി വണ്ടി കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.